എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചിൽഡ്രൻസ് ഡേ ആശംസകൾ. നമുക്ക് ഈ ചിൽഡ്രൻസ് ഡേ എന്ന് ഓർമ്മ വരുമ്പം ഫസ്റ്റ് നമ്മളിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമാണ് ചാച്ചാജിയുടെ മുഖം. പണ്ട് നമ്മൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മുട്ടായി പായസങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ? അപ്പം കുറേ ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഇന്നത്തെ തലമുറയിൽപ്പെട്ട പിള്ളേരൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചാച്ചാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിൽ വരുന്നൊരു സംഭവമാണ് മുട്ടായി അല്ലെങ്കിൽ പായസം. അതൊക്കെ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കുമ്പം വല്ലാത്ത സന്തോഷമാണ്. പിന്നെ ടീച്ചർമാരും സാറുമാരും നമുക്ക് പറഞ്ഞു തരുന്ന ഓരോരോ കഥകളും ഓരോരോ കാര്യങ്ങൾ അതൊക്കെ കേട്ട് നമ്മളങ്ങിരിക്കും. എക്സ്പെഷ്യലി നമ്മളെ ചാച്ചാജിയുടെ ആ ഒരു ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സംഭവം, അതൊക്കെ വല്ലാത്തൊരു നമുക്ക് കരൾ അലിയിക്കുന്നൊരു സംഭവമൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചാച്ചാജിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെന്താണ്, നമുക്ക് ഒരുപാട് പാട്ടുകളും കഥകളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ ചാച്ചാജി ദിനമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എനിക്ക് ഓടി വരുന്നത് നമ്മൾ ആ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളും ഓരോ കാര്യങ്ങളൊക്കെ, എന്ത് കാര്യങ്ങളായാലും നമുക്ക് ആ ഒരു മുഖം നമുക്ക് ഓടി വരും. എനിക്കൊക്കെ പണ്ട് ഞാൻ ഈ ചാച്ചാജിയുടെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സ്കൂളിൽ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചാച്ചാജി എന്തായിരുന്നു, ആ ഒരു വ്യക്തി എങ്ങനെയുള്ള ക്യാരക്ടറായിരുന്നു അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഞാനത് യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ആ ഒരു ചാച്ചാജിയെ എനിക്കൊരു റെസ്പെക്റ്റും ബഹുമാനമൊക്കെ തോന്നി. കാരണം പുള്ളി ചെയ്യുന്ന നല്ല നല്ല നന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചാച്ചാജിയെക്കുറിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം. അവർ വിചാരിക്കും ഈ ചാച്ചാജിയെക്കുറിച്ച് അവരിൽ നിന്ന് നല്ലൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണെന്ന് നിങ്ങൾ അങ്ങനെ കണ്ട് പഠിക്കണമെന്നുള്ളൊരു സംഭവം നമ്മൾ കുട്ടികളിൽ നമ്മൾ ആ ഒരു പ്രായം എത്തുമ്പോൾ ഒരു 18 16 ഒരു 8 വയസ്സൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ 7 വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ക്ലിയർ ആയിട്ടുള്ള സാധനം കിട്ടും. ഒരു വ്യക്തിയാകുമ്പോഴും ഒരു സ്ത്രീ ആകുമ്പോഴും ഒരാണായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്കൊരു സ്ത്രീയോ പുരുഷനോ ആകുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓക്കെ, എൻ്റെ ഒപ്പീനിയൻ പറയാൻ ചാച്ചാജി നല്ലൊരു വ്യക്തിയായിരുന്നു. സത്യമായി നമ്മളൊക്കെ അതൊക്കെ കണ്ട് പഠിക്കണം. അപ്പം ഇന്ന് ചാച്ചാജി ദിനമായതുകൊണ്ട് എനിക്ക് നേരെ വീഡിയോ ചെയ്യാനാണ് തോന്നുന്നത്. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്ത് ഇരുന്നത്. ഒരുപാടൊന്നും അല്ല കുറച്ച് നാൾക്ക് ശേഷം. ബാക്കിയെല്ലാം ഞാൻ ഷോർട്ട്സൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാവരും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പോലെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം പറയാൻ വാക്കുകളില്ല. ഞാനൊക്കെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് വെച്ചാൽ കടപ്പാക്കട കുമാരവിലാസം SNDP സ്കൂൾ കടപ്പാക്കടയാണ്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുമ്പം ഈ ഒരു ടൈമിലൊക്കെ ആകുമ്പം ആദ്യം നമ്മൾ മനസ്സിലോട്ട് ഓടി വരുന്ന സാധനമുണ്ട്. ചാച്ചാജിയുടെ മെമ്മറീസ് അല്ലാതെ, ഓർമ്മയല്ലാതെ ജനഗണമന അതിനായക ജയ ഭാരത ഭാഗ്യ വിധാത ആ സോങ്ങും പ്ലേ സോങ്ങും പിന്നെ വന്ദേ മാതരം ഈ ഒരു സോങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഉള്ളിൽ കിടക്കുന്ന സംഭവം. ഈ വന്ദേ മാതരം എന്ന് പറയുമ്പോൾ എനിക്ക് പാടിയപ്പോൾ അറിയാമെന്ന് വന്നു പോയത്. അപ്പോൾ എല്ലാ ഫാമിലി എൻ്റെ അടുത്ത് ക്ഷമിക്കണം. മനുഷ്യന്മാരല്ലേ, നമുക്കൊരു തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും.
അപ്പം ഇത്രയൊക്കെ ഞാൻ വിഷയം നിങ്ങളുടെ അടുത്ത് വന്നതാണ്. കാരണം എനിക്ക് ഈ ഡേയ്സ്, ഈ എക്സ്പെഷ്യലി ഈ ഡേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സംഭവം, ഒരു സ്റ്റാറ്റസ് ഇരുന്നതോ ഒരു റീൽ ഇരുന്നതോ ഒന്നും അല്ല കാര്യം. നമ്മൾ ആ ഒരു ആളെ നമ്മൾ ഓർക്കണം, സ്മരിക്കണം. എന്തുവാ, എനിക്ക് ആ ഒരു ഈ ഡേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജനിച്ച് ഓർമ്മ വെച്ച് നാളെ തൊട്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ നല്ലവരായ എൻ്റെ ഫാമിലിക്ക്, എല്ലാ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും ഈ ചാച്ചാജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആഘോഷിക്കാം എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു, പറ്റുമെങ്കിൽ ചാച്ചാജിയെക്കുറിച്ചുള്ള ആ പഴയ മെസ്സേജ് നിങ്ങൾ ഒന്നും കൂടെ എടുത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം, റിവൈൻഡ് ചെയ്ത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ നമ്മളെ ഈ യൂട്യൂബ് ഫാമിലിയായ എൻ്റെ ഫാമിലിക്കും ഞാൻ ഒരായിരം ചാച്ചാജി അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ ആശംസകൾ, എക്സ്പെഷ്യലി ചാച്ചാജി ദിന ഞാൻ ആശംസിക്കുന്നു. അപ്പം അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ, ലവ് യു ഓൾ.